ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിലേക്ക് ബാക്ക് സിപ്പ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ നോർമൽ സിപ്പറാണ് എടുത്തിട്ടുള്ളത്. ഫ്രോക്കിൻ്റെ ബോഡി പാർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് സിപ്പർ വെക്കുന്നതിന് വേണ്ടി 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടി ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലെ സിപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സിപ്പർ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഈ ക്ലോത്തിൻ്റെ അടിയിലായി വെച്ച ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ നോർമൽ ഫൂട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ സിപ്പ് വെച്ച ശേഷം നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിപ്പർ ടീത്ത് കാണാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായി. അതായത് റൈറ്റ് സൈഡിലെ ക്ലോത്ത് ലെഫ്റ്റ് സൈഡിലെ ക്ലോത്തുമായി അടുപ്പിച്ച് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായി. സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിനായി ഞാനിത് താഴെ നിന്നുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സിപ്പറിൻ്റെ എഡ്ജ് കാണാനായി കഴിയും. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിപ്പ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, സിപ്പർ ടീത്ത് കാണാത്ത രീതിയിലാണ് സിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി മുകളിലേക്ക് നിൽക്കുന്ന സിപ്പറിൻ്റെ ഈ പാർട്ട് നമുക്ക് ഉള്ളിലേക്ക് വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബോഡി പാർട്ടിൻ്റെ താഴെ ഭാഗം ലോക്ക് ചെയ്ത് കൂടി എടുക്കണം. അപ്പോൾ ഇതുപോലെ സിപ്പർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്രോക്കിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഈ ഫ്രോക്കിൻ്റെ വീഡിയോയാണ്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുതേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ കൂടി കൊടുക്കണേ. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ
ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക്